പെട്രോളാ? വ്ളോഗിങ് ഇതൊക്കെ കുറച്ച് വർഷങ്ങളെ കഴിഞ്ഞിട്ട് എടുത്ത് നോക്ക്. ജ്യോതിഷ് Tell me once again. మళ్ళీ పరేను వింటు పరాణో అదే పరేను ఇప్పుడు పరేను ఎంగల పరేను వల్ల దేవిసే അയ്യോ റെഡി വൺ അത് ഇവിടെ വന്നു നടന്ന് വരണ്ട. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. കംപ്ലീറ്റ്. ഓക്കെ നെക്സ്റ്റ്. ഇലു ഇലു इलू 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 ये इलू इलू क्या है? इलू मीन्स I L U. इलू मीन्स I L U. I love you. I love you. When flower grows in the garden, bees are dancing. Ilu ilu ilu. When I like you, I like you. Heart is beating. Ilu. गाना पर ये which movie कौन सा मूवी? हिंदी मूवी नहीं हिंदी है. नाम है इसमें नाम रहता है. दूसरा गाना मालूम? इसका मूवी का गाना भी है ना हो गया हिंदी में. 3 स्टार. 100 साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा. ऐसा टाइप का. तो इलू इलू में वो गाना को जोड़ोगे तो लड़की सेम होके लड़की सेम होके चले जाएगी. लड़का शुरू हो जाएगा तो लड़का बोलेगा शुरू हो जाएगा ना. लड़का शुरू हो जाएगा ऐसा बोलेगा. दिल के टुकड़े टुकड़े करके हार्ट टुकड़ा मतलब हार्ट बीट. दिल के टुकड़े टुकड़े करके उसको गाना है. ईशुदास का गाना है. This is our टुकड़े करके मुस्कुरा के चल दिए. ये तो बता जा हम जिएंगे किसके लिए. आई भैया वाह दीदी वाह. टुकड़े करके मुस्कुरा के चल दिए. जाते जाते ये तो बता जा हम जिएंगे किसके लिए. समझ में आ रहा है? मारी थोड़ा अच्छा गाना. यीशुदास का गाना है. यीशुदास our king Kerala king. हाँ यीशुदास बहुत फेमस सिंगर है. हाँ मालूम. उसका कितना अच्छा हिंदी गाना है. Oh no. അയ്യോ എടുക്കുവാണ് മോളെ. എടുത്തോണ്ടിരിക്കാണ്. വീഡിയോ ആണ്. சித்தப்பா எங்க பாருப்பா. ഇംഗ്ലീഷ് കൊത്തി കൊത്തി പറയാം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് തിരിച്ച് കൊത്തി കൊത്തി പറയാം.
നമുക്കൊരു കമ്പനിക്കാരനെ കിട്ടിയ ഒരു ആട് സ്പീർ അടിക്കുവേ. അതെന്താണ് ഇന്നത്തെ വാർത്ത? ഇന്നത്തെ വാർത്ത നാളെ ഇന്ത്യ ഓസ്ട്രേലിയക്കുള്ള ടെസ്റ്റ് രാവിലെ 5:30 5:30 AM സ്റ്റാർട്ടിങ്. പിന്നെ നമ്മളെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയില് അതിശക്തമായ ഇടിയും മഴയും. നാളെ കഴിഞ്ഞ് മറ്റന്നാ കൊടും ചൂടാണ് അനുഭവപ്പെടുന്നത്. ഈ വാർത്ത വായിക്കുന്ന ശിവരാമൻ ചെറുമകൻ പെണ്ണ് കാണലാണ്. പെണ്ണ് വന്നാണ് ചായ കൊണ്ട് നാണം വന്നു. ഇതായിരിക്കും കുടിച്ചിട്ട് ചായ 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 വടൈ ചായ. കുടിച്ചോ കുടിച്ചോ. വേണ്ടേ ആൾ നമ്പർ ചായ പറഞ്ഞു എന്നിട്ട് വേണ്ട. നല്ല സൗണ്ട് വെച്ചാണ്. സൗണ്ട് വെച്ചാ പട്ടിയുടെ സംസാരം ഇത് കുറച്ച് പോയതിന്റെ സംസാരം. അവിടെ വന്നു അവനെ തിരക്കുന്നു. നമുക്കെന്താ നമുക്ക് പോകണമെന്നില്ല. അത് പോകണം വിളിക്കാതെ ഞാനപ്പോഴാ കടയിൽ കറക്റ്റ് കൂട്ടി നിങ്ങളുടെ പോയി അറിയണ്ടേ തിരക്കില്ല. എനിക്ക് ആ ഒരു ഉദാഹരണം വിജയണ്ട വിജയന്റെ കല്ലമ്പലത്ത് പണി കഴിഞ്ഞ് വരണം. ലാസ്റ്റ് വണ്ടി വന്നപ്പോഴത്തേക്കും വിജയന്റെ കൊണ്ട് പിന്നെ ആരെയും ഒരു കാറ് വിളിച്ചപ്പോഴില്ലേ കണ്ടന്റ് എടുക്കട്ടെടാ. നമ്മുടെ അച്ഛന്റെ സ്റ്റോറി പരവരാണ്. അപ്പൊ എനിക്ക് അമ്മർത്തി ഇതും വെച്ചാണോ വരുന്നത്? കടയിലോട്ടുണ്ട്. അപ്പൊ അന്ന് വന്ന് പരപ്പള്ളി ജംഗ്ഷനിൽ നിർത്തിയപ്പോ എവരൊക്കെ എന്നെ തിരക്കണം. അങ്ങനെ ഞാൻ ഇറങ്ങി തങ്ക കാണാനില്ല. കൊണ്ട് കാണുന്നത് ഞാനും വീഡിയോ മുണ്ടല്ലോ. അങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇത് ജയ കരച്ചിൽ തുടങ്ങി. എന്നെ അവർ ഇറക്കിട്ട് പോയി. അങ്ങേക്കൊണ്ട് കുമാർ ഞാനൊരു ദിവസം സൈക്കിളിൽ നമ്മുടെ കടയിലോട്ട് വരാം. അല്ല അത് പറഞ്ഞത് സൈക്കിളിൽ അമ്മാരുടെ വീട്ടിലോട്ട് കടയിലോട്ട് വരാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ആള് താടി വെച്ചാൽ മനസ്സിലായി സൈക്കിളിൽ ഭയങ്കര സ്പീഡിൽ വരുന്നു. അപ്പോഴത്തേക്ക് അങ്ങനെ സൈക്കിളിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ എവിടെ കൊടുത്തോരെ അത് അപ്പോഴറിയുമോ ഞാൻ സൈക്കിളിൽ കടയിലോട്ട് വരുന്ന ടൈം ശോഭരാജ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കത്. അതിന്റെ പിറക്കമാണോ വരെ ഇല്ല. ഇടയ്ക്കൊരാള് എവിടെ പോകാനായിട്ട് മുമ്പേ പോയി. ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ല. അല്ല അങ്ങനെ എവിടെന്നറിയുമോ ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇതിന്റെ ഇടയ്ക്കൂടെ ഓടുവണ്ടി ഉണ്ടായിരുന്നു. ഓടുവണ്ടി സൈക്കിളും പിടിച്ചിട്ട് അപ്പുറത്ത് ചാടി എല്ലാം ഓട്ടോ ചെയ്ത് ശുചിയാക്കോട്ടൊക്കെ പോയി. ആദ്യം ഓൾഡ് സ്റ്റോറിയാണ്. അല്ല ശോഭരാജോന്റെ കഴിഞ്ഞിട്ടാണോ പപ്പയുടെ? ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് പപ്പ ആദ്യം വിജയണ്ണ എന്റെ ചേട്ടൻ അവരെ കാര്യം പറഞ്ഞു. എന്റെ അരിയുന്നുണ്ട്. അതായത് ഞാൻ ആദ്യം ഒരു പെണ്ണ് നോക്കണം. അപ്പൊ അവര് പറഞ്ഞു അവരുടെ സാമ്പത്തിക ശേഷി ഒരു മോശം ഗൾഫിലേക്ക് ഞാനില്ല. അവരെല്ലാം വന്ന് നിന്റെ മമ്മിയെ കണ്ടു. അങ്ങനെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഒരു ദിവസം പഴയ ഫോട്ടോ ഉണ്ട്. പഴയ ഫോട്ടോ ഉണ്ട്. നാണം വരുന്നു.
ഈ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ കല്യാണം സൂപ്പർ. ആ അത്രേ ഉള്ളൂ. ഇല്ലാണ നമ്മളെ ഈ കല്യാണത്തിന്റെ ട്രിപ്പിനെ പറ്റി എല്ലാത്തിനെ പറ്റി എന്താണ് ഇല്ലാണ എൻജോയ് ചെയ്താ? എൻജോയ്, പക്ക എൻജോയ്. പക്ക എൻജോയ്. ആരൊക്കെ മിസ് ചെയ്യുന്നു? മിസ് ചെയ്യുന്നത് 4-5 പേരെ മിസ് ചെയ്യുന്നുണ്ട്. പേര് പറ. ഒന്ന് മാമൻ, ഒന്ന് എൻ്റെ സഹോദരി, ഒന്ന് എൻ്റെ ചെറിയ സഹോദരി, അതായത് ജ്യോതി, പിന്നെ അമ്മാമ്മ, പിന്നെ എൻ്റെ മൂത്തച്ഛൻ, പിന്നെ എൻ്റെ സഹോദരിയുടെ മോള്. ഇത്രയും പേരെ മിസ് ചെയ്യുന്നുണ്ട്. ഹാപ്പി മൂഡ്, ഹാപ്പി മാരേജ്. അടിച്ചു പൊളിച്ച് സൂപ്പർ മാരേജ്. സൂപ്പർ മാരേജ്. ജോയ്സ് എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം? എൻജോയ്മെന്റ് പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ ഇവിടെ വന്നതിൽ വെച്ചിട്ട് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കോളേജ് ടൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറമാദിച്ച ദിവസങ്ങളാണിത്. സത്യം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഈ 2 ഇവന്റ്സ് മാത്രമേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ടുള്ളൂ. പിന്നെ ഒരാളെ മിസ് ചെയ്ത് മിസ് ചെയ്യുന്നത് നമ്മളെ അച്ഛനെ മിസ് ചെയ്ത്. കാരണം അച്ഛൻ ഉണ്ടായിരുന്ന എനിക്ക് ഇതുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം വിജിലാലിനെ ഞാൻ ഇങ്ങനെയല്ല ഇത്രത്തോളം വൈബുള്ള എനിക്ക് ഭയങ്കര ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഇങ്ങനെയല്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഇതൊന്നുമില്ല. ഇവിടെ വന്നതിന് ശേഷം വിലാലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ഇതില് അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സത്യം പറഞ്ഞാൽ നമ്മള് പരവൂരിന്ന് ട്രെയിനിൽ കയറുന്ന സമയത്ത് ഭയങ്കര മുണ്ടിന്ന് വെച്ചാൽ ഭയങ്കര മുട്ടിയും ബാഡ്. എനിക്ക് വരാൻ താല്പര്യം ഇല്ലാതിരിക്കുകയായിരുന്നു. നമ്മൾ ഏകദേശം കയറി കേരള ബോർഡർ കഴിഞ്ഞപ്പം വിജിലാണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ ഇത് ഇടയ്ക്ക് മോനെ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വിജിലാളുടെ ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിൽ കയറുന്ന പറഞ്ഞപ്പോൾ തൊട്ട് ഫുൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ്. ഇതാ ഈ നിമിഷം വരെ അടിച്ച അറമാച്ച് ഫുള്ള്. ഇന്നലെയൊക്കെ ഞാൻ അടിച്ച അറമാച്ച് വന്നില്ലെങ്കിൽ ഫുൾ നഷ്ടം എന്ന് വെച്ചാൽ ഫുൾ നഷ്ടം. ഇത് കണക്ക് ഇനിയും എൻ്റെ അതായത് ചേട്ടന്മാരും എൻ്റെ അനിയന്മാരും വേറെ ഒരു ഒറ്റ എടുത്തില്ല. ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും കൂടെ ഫുൾ ഹാപ്പി. ഫുൾ ഹാപ്പി. ഫ്രണ്ട്സിനോട് കിട്ടാത്തൊരു വൈബ് ഉണ്ട്. എനിക്ക് അറിഞ്ഞോണ്ടാ നീ കല്യാണം എന്താ ചെയ്ത്? അടിച്ചു പൊളിച്ചല്ലേ? കല്യാണം വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. എന്തെങ്കിലും മുണ്ടി ഉണ്ടായിരുന്നോ? മുണ്ടി വന്നില്ല, ചേട്ടന്മാരോടൊക്കെ അടിച്ചു പൊളിച്ച്. നല്ല വൈബായിരുന്നു. ഓക്കെ ജിജോ, അടിച്ചു പൊളിച്ചാ? എന്തായിരുന്നു ഈ ട്രിപ്പിനെ പറ്റി? ട്രിപ്പിനകത്ത് ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷ്. ആദ്യമായിട്ടാണ് ഇത്ര ഹാപ്പിനെസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ചേട്ടന്മാരോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ. പിന്നെ ഫുൾ ഹാപ്പി. ഓക്കെ, ഞാൻ അടിച്ച് പൊളിച്ച്. എനിക്ക് എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ എല്ലാവരും അടിച്ച് പൊളിക്കാൻ പറ്റി. ഫാമിലി എല്ലാവരുമായിട്ട് ഒരു ട്രിപ്പ് പോകണമെന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ ഒരു വൈബായിരുന്നു എനിക്ക് കല്യാണം കിട്ടിയത്. കിരൺ, തേജ് എല്ലാവരെയും ഫാമിലി എല്ലാവരും ഹാപ്പിയാക്കി അടിച്ച് പൊളിച്ച്. ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ്. ഈ മൊമെൻ്റ് ഇനി കിട്ടത്തില്ല. അത് അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് ഹാപ്പിയാണ് സാധനം. ഓക്കെ, ഞാനങ്ങ് പോവാം. വാ. Happy birthday to you. Happy birthday to you. ആ ലൈറ്റ് അങ്ങടാ.
വിജയ് കേട്ടത് വിജയ് അടപ്പിഞ്ഞാടാ അതിന്റെ അത് പേടിക്കുന്നത്. Happy birthday to you. Happy birthday to you. വീഡിയോ ഉണ്ട്. മറ്റേ ബോക്സ് എന്ത് ചെയ്യും? സ്വന്തമായി പറയുന്ന ബ്ലോഗർ എന്നെ വൈറലാക്കാൻ മറ്റൊരു അവകാശം അവകാശമില്ലെന്ന് ആവശ്യമില്ല. ഓ ഓക്കെ ബൈ ടാറ്റ. நங்கூரமாயரங்குற இழுவு மலையேக்குற எம்மாடி எம்மாடி உன்னால நான் துடிக்கிறேன்.